മമ്മി ഇവളെ പിന്നെ എന്താടി ഞാൻ ചെയ്യണ്ടേ? ഇവൾക്ക് ഇനി എന്ത് യോഗ്യതയുണ്ട് നമ്മുടെ മുമ്പിലൊക്കെ നിൽക്കാൻ? മമ്മി ഞാൻ പറയുന്നു കേൾക്ക്. നീ ഇനി മിണ്ടരുത്. എനിക്ക് നിന്നെ കാണണ്ട. തെറ്റ് ചെയ്ത അത് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം ഞാൻ കൽപ്പിക്കില്ല. ഇറങ്ങിപ്പൊക്കോളാം എന്റെ മുമ്പിൽ നിന്ന്. എവിടേക്കെങ്കിലും. മമ്മി കൈവിട്. മമ്മി പ്ലീസ് കൈവിടാൻ. പത്മ എന്തായി കാണിക്കുന്നത്? മനസ്സിലായില്ലേ? അച്ചടക്കമില്ലാതെ ഞാൻ വളർത്തിയ മകളെ ഞാൻ ശിക്ഷിക്കുക. ഇന്നിവിടെ വന്നവർക്ക്, ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും പറയാൻ ഒരു കാര്യമുള്ളൂ: പത്മ കൊഞ്ചിച്ച് വഷളാക്കിയോളാണെന്ന്. സ്വന്തം മുറിയിൽ ഒരുത്തനെ കയറ്റി ഒളിപ്പിച്ചവളെന്ന്. മമ്മി ആ പാപഭാരം മുഴുവൻ ഇവളെ സ്നേഹിച്ച ഞാൻ തന്നെ ചുമക്കണ്ടേ? അതുകൊണ്ടാ തല്ലുന്നേ. തല്ലാനല്ല, ഞാൻ കൊല്ലാനാ തീരുമാനിച്ചിരിക്കുന്നേ. ഇങ്ങോട്ട്. പല തവണ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചെയ്യുന്ന സമയത്ത് തിരുത്തണമെന്ന്. ഇവിടെ നടന്നത് അതൊന്നുമല്ല. ശത്രുത തോന്നുന്നവരെ ആക്രമിക്കാൻ ഇവരെ രണ്ടുപേരെയും മാറി മാറി ഉപയോഗിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രകടനം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, അവസാനം ഞാൻ തന്നെ തെറ്റുകാരിയായി. അതല്ലടാ നിനക്ക് പറയാനുള്ളത്. പത്മ, തൽക്കാലം ഈ കാര്യം അവസാനിച്ചതാ. ഇത് ഇനിയും താൻ കുത്തിപ്പൊക്കണ്ട. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, തരുണിനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ഉണ്ട് വരാൻ പറഞ്ഞപ്പോ അവന് പറഞ്ഞു വിടാൻ വേണ്ടിയാ ഞാൻ മുകളിലേക്ക് പോയത്. പക്ഷെ കള്ളൻ നന്ദിനെ ഉറക്കം വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. വന്നിരിക്കുന്നവരുടെ മുമ്പിൽ നാണം കിടാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ ഒളിപ്പിച്ചേ. അത് സത്യ. എല്ലാത്തിനും കാരണം ഈ നന്ദിനിയാ. ഇവള് കരുതിക്കൂട്ടി ചെയ്തതാ. മുറുക്കിയൊന്ന് പിടിച്ചാല് ഒടിഞ്ഞു നുറുങ്ങിപ്പോവും. നീ ഇപ്പൊ ചൂണ്ടിയായി വരില്ല. എന്ത് സംഭവിച്ചാലും നന്ദിനിയുടെ നേർക്ക് കൈ ചൂണ്ടിയാൽ നിനക്ക് രക്ഷപ്പെടാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. താഴെ എല്ലാവരും പാർട്ടിയിൽ പങ്കെടുക്കുമ്പോ നിനക്ക് അവൻ ഫോൺ ചെയ്താൽ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് നിൽക്കുകയാണ്, വരുന്നെങ്കിൽ ഇവിടെ വരാൻ അവനോട് പറയണ്ടേ? അതിന് പകരം നീ എന്താ ചെയ്തേ? മോളിലേക്ക് പോയി. ശരി, ഇനി അവനൊരു സർപ്രൈസ് ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ ഞങ്ങൾ വന്ന് കയറുമ്പോ അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിനക്ക് പറയാമായിരുന്നില്ലേ? നീ എന്തിനാ ഒളിപ്പിച്ചേ? പറയടി. ചെയ്തത് മുഴുവൻ തെറ്റ്. അതിന്റെ പഴി നന്ദിനിയുടെ തലയിലിടണ്ട. മനസ്സിലാടി നിനക്ക്? കേട്ടല്ലോ നീ? തൃപ്തിയായോ നിനക്ക്? നിന്റെ ഏട്ടൻ പല സ്ഥലത്ത് വെച്ച് എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് മമ്മി. പക്ഷേ ഇന്ന് നീ എന്നെ തോൽപ്പിച്ചതാടി പത്മയുടെ യഥാർത്ഥ പരാജയം. വേദേ, തൽക്കാലം നീ മമ്മിയുടെ ഏട്ടനോട് സംസാരിക്കാൻ നിൽക്കണ്ട. നീ വാ, നമുക്ക് മുറിയിലിരിക്കാം. ഞാനില്ല. നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതും ചെറിയ തെറ്റല്ല. അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. വാ.
എല്ലാം നീ കരുതിക്കൂട്ടി ചെയ്തതല്ലേടി? എനിക്ക് മനസ്സിലായില്ല മാഡം. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇന്നത്തെ ദിവസം, എന്റെ ബർത്ത്ഡേ ദിവസം, നീ മനസ്സിൽ കുറിച്ചിട്ടോ. ഇതിന് നിന്നോട് പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ വേദയല്ല. പത്മ, നമ്മുടെ കുടുംബത്തിനൊരു വലിയ നാണക്കേടാ സംഭവിച്ചത്. ഇനിയെങ്കിലും താൻ കുറച്ച് യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണാൻ പഠിക്കണം. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഇത്രയും നല്ലൊരു ദിവസം അവനെ മുറിയിൽ വിളിച്ച് കയറ്റാൻ വേദയോട് പറഞ്ഞത് ഞാനാണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മനസ്സിലുള്ള കുറ്റബോധം കൊണ്ടാ തനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നത്. പത്മ, താനൊന്ന് ആലോചിച്ചു നോക്ക്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു അമ്മയുടെ ഉത്തരവാദിത്വം താൻ നമ്മുടെ പെമ്മക്കളോട് കാണിച്ചിട്ടുണ്ടോ? ഈ ഫംഗ്ഷന് തൊട്ടു മുമ്പ് തന്റെ കൂട്ടുകാരി ഉമാമഹേശ്വരിയെ താൻ ക്ഷണിക്കുന്ന സമയത്ത് താൻ സംസാരിച്ചത് വേദയുടെ വിവാഹക്കാരിയാണ്. അത് ഞാൻ ചോദിച്ചപ്പോ താൻ എന്നോട് പറഞ്ഞ മറുപടി എല്ലാം ഞാൻ തീരുമാനിച്ചു എന്നാ. ഇന്ദ്രജയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. സൂര്യയുടെ കാര്യത്തിലും തന്റെ കടുംപിടുത്തമായിരുന്നു. ഇപ്പതാ വേദയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. സ്വന്തം മോളൊരു തെറ്റ് ചെയ്തതിനല്ല, അതിന്റെ പേരില് എന്നെ കുറ്റപ്പെടുത്താൻ ഒരവസരം കിട്ടിയല്ലോ എന്നാ നിങ്ങൾ ആലോചിക്കുന്നത്, അങ്ങനെയല്ലേ? അല്ല, വേറൊരു വീട്ടിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പത്മ എന്തു പറയായിരുന്നു എന്നാ. അവരുടെ വളർത്തു ദോഷമൊന്നും കണ്ണും പൂട്ടി പറയില്ലായിരുന്നു. പത്മ, നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു അമ്മ എന്ന നിലയ്ക്ക് താൻ കൊടുത്ത ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കേക്കട്ടെ. താൻ അവരെ പലതിനും പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഉണ്ടായത്. സൂര്യയുടെ ഭാര്യയായി വന്ന നന്ദിനിയെ ഒരു വേലക്കാരിയെ പോലെ നമ്മുടെ പെമ്മക്കളെ ചവിട്ടി മെതിച്ചത് തന്റെ കൺമുന്നിൽ വെച്ച. അതിന് താൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞോ? ഈ അവസരത്തിലും ആ വേലക്കാരുടെ പുണ്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? ഇതാ തന്റെ കുഴപ്പം. നല്ലത് കണ്ടാ താൻ തിരിച്ചറിയില്ല. നന്മയും തിന്മയും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തനിക്കൊട്ട് അറിയൂല്ല. പകരം താൻ അവരുടെയൊക്കെ ഞരമ്പിൽ കുത്തിവെച്ചത് അഹങ്കാരം മാത്രമാണ്. അതിന്റെ ശിക്ഷയാ താനിപ്പോ ഈ അനുഭവിക്കുന്നത്. ഇതെങ്കിലും ഒരു പാഠമായിട്ട് എടുക്കാൻ തനിക്ക് പറ്റണം. ഇനിയെങ്കിലും അവരെ ഉപദേശിക്കാൻ തനിക്ക് കഴിയണം. ഇപ്പോഴെങ്കിലും ഒരു അമ്മ ചെയ്യേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് തനിക്ക് ബോധം ഉണ്ടാവണം. ഞാൻ വളർത്തി വലുതാക്കിയതിന്റെ ദോഷം ഞാൻ തന്നെ പരിഹരിച്ചോളാം. താൻ എന്ത് ചെയ്യാൻ പോകുന്നു? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എന്റെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയ ഒരുത്തിയെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് എനിക്കറിയാം.